വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഹേ ഗായ്സ്. അപ്പൊ നോക്കിയാൽ നമ്മുടെ അവഞ്ചേഴ്സ് എൻഗെയിമിന്റെ ട്രെയിലർ ഒരു പ്രതീക്ഷയും ഒരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ അകത്ത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളും ഇതിനൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ, അതുപോലെ തന്നെ ഈ മൂവിക്കകത്ത് ചില സീൻസ് ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഹൾക്കിന് എന്ത് പറ്റി അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണാം. ആൻഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ മേളിൽ ഐക്കാർഡിൽ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഈ ട്രെയിലറിന്റെ അകത്ത് വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ബ്രേക്ക് ഡൗൺ അല്ല. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ട്രെയിലറിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അതായത് നമ്മളിന്റെ ഓരോ സീൻസും ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കാരണം ഈ 2 മാസത്തേക്ക് നമുക്ക് എന്താ പറയാ നല്ലൊരു ചർച്ച ഇതിനെക്കുറിച്ച് ചെയ്യാണ്ട് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. ആൻഡ് അതിന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മളുടെ അയൺമാനെ കാണിച്ചുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അയൺമാൻ ആണ് ഈ ട്രെയിലർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ അയൺമാൻ മൂവി കൊണ്ടായിരിക്കും. ആൻഡ് ഈ ട്രെയിലറിന്റെ അകത്തും അയൺമാനെ തന്നെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ അയൺമാൻ മൂവിക്കകത്തുള്ള കുറെ സീൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് അതൊരു ബാക്ക്ഗ്രൗണ്ട് സീൻ വരുന്നത്. നമ്മൾ ട്രെയിലറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പഴയ വിഷ്വൽസ് നമ്മുടെ ഫ്ലാഷ് ബാക്ക് വിഷ്വൽസിനെ കുറിച്ചൊന്ന് നോക്കാം. ഇതിൽ നമ്മളുടെ തോർ, അതുപോലെ തന്നെ അയൺമാൻ, അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ഇവരുടെ 3 പേരുടെയും ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് അത് കാണിക്കുന്നത്. ആൻഡ് മരിച്ചു പോയവരുടെയും അത് കാണിച്ചപ്പോഴും അവർക്കൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ഷെയ്ഡ് തന്നെ കൊടുത്തിരുന്നത്. ആൻഡ് ഈ മരിച്ചു പോയതിൽ മിക്കവർക്കും രണ്ടാമതൊരു സിനിമയുണ്ട്. സ്പൈഡർമാന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ബ്ലാക്ക് പാന്തറിന് ഒരു സെക്കൻഡ് പാർട്ട് മൂവി ഉണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഇവരൊക്കെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അയൺമാനായിട്ട് അഭിനയിക്കുന്ന റോബർട്ട് ഡൗനി ജൂനിയർ, നമ്മുടെ തോറായിട്ട് അഭിനയിക്കുന്ന ക്രിസ് എംസ്വർത്ത്, അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് അഭിനയിക്കുന്ന ക്രിസ് ഇവാൻസ്, ഇവരുടെ 3 പേരുടെയും കരാറ് ഈ സിനിമയോട് കൂടി അവസാനിക്കാൻ പോവുകയാണ്. ആൻഡ് ഇവർ ഒഫീഷ്യലായിട്ട് ഈ മൂവി മാർവലിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. ആൻഡ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണോ ഇവരുടെ 3 പേരെയും മാത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിരിക്കുന്നത്? കാരണം ഇവരിൽ കാണിച്ച 3 സീൻസും ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള സീൻസ് ആയിരിക്കും. ഫസ്റ്റ് നമ്മുടെ അയൺമാനിൽ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ആർമർ, അദ്ദേഹം ഫസ്റ്റ് Mark 1 ആർമർ ക്രിയേറ്റ് അദ്ദേഹം പൊട്ടി തറയെ കിടക്കുന്നതായിട്ട് കാണിക്കും. അതൊക്കെ അയൺമാൻ മൂവിക്ക് അതൊരു ഐക്കോണിക് സീനാണ്. ആൻഡ് ക്യാപ്റ്റൻ അമേരിക്കയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സൂപ്പർ സോൾജർ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന നേരത്ത് അദ്ദേഹം തന്നെ ഒരു സോൾജർ ആയിട്ട് വിചാരിക്കുന്ന ആ ഒരു ഐക്കോണിക് സീന്. ആൻഡ് തോർ നോക്കുകയാണെങ്കിൽ ആസ്ഗോഡിൽ അദ്ദേഹം തന്റെ അഹങ്കാരം എല്ലാം മാറ്റി ജനങ്ങളാണ് എല്ലാം ഒരു വൃത്തിയായിട്ടുള്ള ആളായിട്ട് മാറി എന്നുള്ള ഒരു ഐക്കോണിക് സീൻസ് ആണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. മേ ബി ഇവര് ഒഫീഷ്യലായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ മാവൽ സിംബോളിക്കായിട്ട് പറഞ്ഞതായിരിക്കാം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നമുക്ക് വീണ്ടും ട്രെയിലറിലേക്ക് വരാം. നമ്മുടെ അയൺമാൻ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. ആൻഡ് ആ പഴയ വിഷ്വൽസ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ അയൺമാന്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. ഇത് നമ്മുടെ TV സ്പോട്ടിന്റെ അകത്തൊരു വോയിസ് ഓവറിന്റെ ബാക്കി തന്നെയാണ് ഇതിലും വരുന്നത്. അത് ഈ പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ്, ഇറ്റ് സീംസ് ലൈക്ക് 1000 years ago I found my way out of the cave, become Iron Man. I realized I love you and I know I said no more surprises, but I was really hoping to pull off one last one എന്നൊരു ഡയലോഗാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് നിങ്ങൾ ഈ വരി ശ്രദ്ധിച്ചു നോക്കുക. I know I said no more surprises. അദ്ദേഹം നമ്മുടെ ഇൻഫിനിറ്റി വാറിന്റെ അകത്ത് നമ്മുടെ പെപ്പർ പോട്ട്സിന്റെ അടുത്ത് പറയുന്ന ഒരു സീനുണ്ട്. ഇനി നിനക്കൊരു സർപ്രൈസും ഉണ്ടാവത്തില്ല എന്നൊരു സീന് പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഡയലോഗ് വരുന്നത്. ഇൻഫിനിറ്റി വാർ മൂവി നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ അയൺമാനും അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ പോട്ട്സും കൂടെ ജോഗിങ്ങിന് പോകും. അപ്പോൾ നമ്മളുടെ പെപ്പർ പോട്ട്സ് പറയാൻ നേരത്തെ നമ്മുടെ അയൺമാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന ഒരു ഡയലോഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഡയലോഗ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയുടെ പഴയ കാലം കാണിക്കുമ്പോൾ തന്നെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളുടെ നട്ടാഷ റൊമിനോഫ്, നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ വോയിസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പെഗ്ഗിയുടെ വോയിസ് ആണ്, പെഗ്ഗി കാർട്ടറിന്റെ വോയിസ് ആണ്. ആൻഡ് ഇത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് നമ്മുടെ മാവലിന്റെ ട്രെയിലർ എടുത്തിട്ട് സ്യൂട്ടബിൾസ് ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആരാണ് ഡയലോഗ് പറയുന്നതെന്ന് ആ ഡയലോഗ് പറയുന്ന ആളുടെ പേരവിടെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെഗ്ഗിയാണ് ഈ ഡയലോഗ് പറയുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മൂവിക്കകത്ത് പെഗ്ഗി ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. The world was changed
and one of us can come back, and we can do is our best. Sometimes the best that we can do ഈസ് ടു സ്റ്റാർട്ട് ഓവർ എന്നൊരു ഡയലോഗ് പെഗ്ഗി പറയുന്നുണ്ടാവും. അത് പെഗ്ഗിയുടെ ഡയലോഗാണ്. നേരത്തെ നട്ടാഷ റൊമനോഫ് നമ്മുടെ ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹോക്കായി ആക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ആർച്ചറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു നോക്കുക, അതൊരു പിക്നിക് സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഹോക്കായുടെ വൈഫിനെയും അതുപോലെ 2 കുട്ടികളെയും കാണാം. നമ്മളെ ഹോക്കായ്ക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം 3 കുട്ടികളാണ്. ഏജ് ഓഫ് അൾട്രോൺ മൂവിക്ക് അത് കണ്ടു കാണും. അദ്ദേഹത്തിന് അവസാനം ഒരു ആൺകുട്ടി ജനിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അദ്ദേഹത്തിന് 3 മക്കളാണ്. അതിലൊരു മൂത്ത കുട്ടിക്കാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ മൂത്ത കുട്ടിക്കായിരിക്കും അദ്ദേഹം ആ ആർച്ചറി പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ അതിന്റെ ബാക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മാത്രം മതിയായിരിക്കും. അതൊരു പിക്നിക് സ്പോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ വാറിന്റെ അകത്ത് നമ്മുടെ ഹോക്കായി നമ്മുടെ സ്കാർലറ്റ് വിച്ചിനെ എടുത്ത് പറയാൻ നേരത്ത് പറയും, ഞാൻ എന്റെ പിക്നിക്കും എന്റെ ഫാമിലി പിക്നിക്കും കളഞ്ഞിട്ടാണ് ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതിനുള്ള കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് അതിനുശേഷം നമ്മുടെ ഹോക്കായി ഒരു റോണിൻ ഫോമിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആ റോണിൻ ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആയിരിക്കും. നമ്മുടെ നട്ടാഷ റൊമനോഫിനെ അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക പെഗ്ഗി മരിച്ചിട്ട് അവരുടെ ആ എന്താ പറയുക ആ ഒരു ബോഡി വെക്കുന്ന ബോക്സ് ചുമന്നുകൊണ്ട് വരുന്ന ഒരു സീന്, പഴയ ഒരു സീന് കാണിക്കുന്നുണ്ട്. നമ്മളെ സിവിൽ വാറിൽ വന്നൊരു സീന് കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മളുടെ തോറിന്റെ ആ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ആസ്ഗോഡ് കാണിക്കുന്നുണ്ട്. പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ നമ്മുടെ മരിച്ചുപോയ ആൾക്കാർ, നമ്മുടെ ഫാൽക്കൺ, ബ്ലാക്ക് പാന്തർ, സ്കാർലറ്റ് വിച്ച് പോലുള്ള ആൾക്കാരുടെ ഒരു മരിക്കുന്ന ആ ഒരു സീന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നമ്മളുടെ തോറിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിട്ട് തോറിന്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഐ സോ ഓൾ ദിസ് പീപ്പിൾ ഡൈ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമ്മുടെ തോറ് പറയും പോലെ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ വോയിസ് ആണ് വരുന്നത്. ആൻഡ് അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ നട്ടാഷ റോമൻ ബ്ലാക്ക് വിഡോയുടെ അടുത്താണ് ഈ കാര്യം പറയുന്നത്. ഐ കീപ് ടെല്ലിങ് എവരിബഡി ദേ ഷുഡ് മൂവ് ഓൺ, സം ഡു റിമൈൻ ആസ് എന്ന് പറയുന്ന ആ ഡയലോഗ് വരുന്നുണ്ട്. ആൻഡ് ആ ഡയലോഗ് പറയാൻ നേരത്തെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ മുഖത്തൊരു സന്തോഷം, എന്താ പറയുക, ഒരു സ്മൈൽ ഉള്ള പോലെ കാണാം. ആൻഡ് അദ്ദേഹത്തിന്റെ കണ്ണ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉറങ്ങിയിട്ട് കുറെ നാളായ പോലെ തന്നെ ഉണ്ട്. കണ്ണൊക്കെ ഒരുപാട് കുഴിഞ്ഞിരിപ്പുണ്ട്. ആൻഡ് നമ്മളെ ബ്ലാക്ക് വിഡോയുടെ കണ്ണ് നോക്കിയാലും അവർ ഉറങ്ങിയിട്ട് കുറെ നാളായ പോലെ ഭയങ്കര ടയർഡായിട്ടിരിപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ മുഖത്ത് വല്ലാത്തൊരു എന്താ പറയാ ഒരു സന്തോഷം അല്ലെങ്കിൽ പ്രതീക്ഷ കാണാൻ കഴിയും നമുക്ക് ആ സീനിന്റെ അകത്ത്. ആൻഡ് അതിനുശേഷം നമ്മളെ ബ്രൂസ് ബാനറിനെ കാണാൻ കഴിയുന്നുണ്ട്. ബ്രൂസ് ബാനർ നമ്മുടെ ഹൾക്കിനെ ഇതുവരെ ട്രെയിലറിന്റെ അകത്ത് ഒരിടത്തും കാണിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ബ്രൂസ് ബാനറിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ TV സ്പോട്ടിന്റെ അകത്ത് ഇടയ്ക്ക് ഒരു TV സ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടു കാണാൻ വിചാരിക്കുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ലിങ്ക് മേളിൽ ഐക്കാർഡിൽ കാണും. ആൻഡ് ബ്രൂസ് ബാനർ അതേ സീൻ തന്നെയാണ് നമ്മുടെ സ്പൈഡർമാനെയും ആൻഡ്മാനെയും ഒരു സ്ക്രീൻ വെച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അതേ സീൻ തന്നെയാണ് വീണ്ടും ഇട്ടിരിക്കുന്നത്. ആൻഡ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് പോലെ കാണാൻ കഴിയും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി, ഒരു കമ്പ് പോലെ കാണാം. എനിക്ക് തോന്നുന്നു നമ്മളെ ലോക്കിയുടെ സ്റ്റാഫ് ആയിരിക്കാൻ തോന്നുന്നു കാണാൻ നേരത്ത്. ആൻഡ് അതിനുശേഷം നമ്മളുടെ ആൻഡ്മാനെ കാണിക്കുന്നു. ആൻഡ്മാനെ കാണിക്കാൻ നേരത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ക്വാണ്ടം ഡ്രമ്മിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മേ ബി അദ്ദേഹം ആൻഡ്മാൻ ഫസ്റ്റ് മൂവിക്കകത്ത് ചെയ്ത ഒരു ട്രിക്ക് ഉപയോഗിച്ച് പുറത്തു വന്നതായിരിക്കാം. ആൻഡ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ഡ്രമ്മിന്റെ അകത്ത് 2 മാസമോ അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ടായിരിക്കണം പുറത്ത് വന്നിരിക്കുന്നത്. കാരണം നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട് അത്രയും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും 1 ദിവസമോ 2 ദിവസം കൊണ്ട് വീടിന്റെ അകത്ത് വരെ കാട് പിടിക്കത്തില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 1 year ഗ്യാപ്പെങ്കിലും വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞായിരിക്കും നമ്മുടെ എൻഡ് ഗെയിം നടക്കുന്നത്. അതൊരു ഡൗട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഹോക്കായുടെ മകൾ ഇത്രയും വലുതായിട്ടുമുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മുടെ ആൻഡ്മാന്റെ ഹൗസും ആൻഡ്മാനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ നട്ടാഷ റൊമനോഫിന്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. ഈവൻ ഇഫ് ദർ ഈസ് എ സ്മോൾ ചാൻസ് വി വോണ്ട് ദിസ് ടു എവരി വൺ ഹൂ ഇസ് നോട്ട് ഇൻ ദ റൂം ടു ട്രൈ എന്ന് പറയുന്ന ഒരു വോയിസ് ഓവറും വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മളെ ക്വിൻജെറ്റ് കാണിക്കുന്നുണ്ട്. ആ ക്വിൻജെറ്റ് ഒരു സിറ്റി വഴി പോകുന്നു. ആൻഡ് ആ സിറ്റി നോക്കിയാൽ കളർഫുൾ ആയിട്ടൊരു സിറ്റിയാണ്. ആൻഡ് ആ കളർഫുൾ സിറ്റി നമ്മുടെ ഹോക്കായ റോണിൻ ഫോമിൽ കാണിച്ച സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് തമ്മിൽ മാച്ച് ആവുന്നുണ്ട്. മേ ബി ഇത് ടോക്കിയോ ആയിരിക്കും. നമ്മുടെ ഹോക്കായെ അന്വേഷിച്ച് നമ്മളെ ക്വിൻജെറ്റിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയും നട്ടാഷ റൊമനോഫും കൂടെ നമ്മളെ ഹോക്കായെ അന്വേഷിച്ച് ടോക്കിയോയിൽ പോയതായിരിക്കും ക്വിൻജെറ്റിൽ. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ആൻഡ് അതിനുശേഷം നമ്മളുടെ
ആൻഡ് ബ്ലാക്ക് വിഡോയും ഹോക്കോയും കാണിക്കുന്നുണ്ട്. അവരൊക്കെ അവർ ഒരു ഫ്രണ്ട്സ് ആണ്, അവർ സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. മേ ബി നമ്മളുടെ ഹോക്കോയുടെ കുടുംബം ഫുൾ ആ സ്നാപ്പിൽ മരിച്ചു പോയിട്ടുണ്ടാവാം. ആൻഡ് അതിന്റെ ഒരു വിഷമം നമുക്ക് ട്രെയിലറിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില സീൻസ് അങ്ങനെ കണ്ണു നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തായി ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഇതാണ് അദ്ദേഹം നിൽക്കുന്നത് പോലെ നമുക്ക് കാണുന്നുണ്ട്. ചില ട്രെയിലറിന്റെ അകത്ത് സ്പെസിഫിക് ഷോട്ടിന്റെ അകത്ത് അതിന്റെ കണ്ണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അന്വേഷണം കാണിക്കാൻ നോക്കിയാൽ ഹോക്കായി എവിടെ നിന്ന് ഓടുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടണലിന്റെ അകത്താണെന്ന്. ആൻഡ് അത് കൺഫേം ചെയ്യാം, അതൊരു ടണൽ തന്നെയാണ്. അദ്ദേഹം ടണലിൽ എന്തോ അന്വേഷിച്ചാണ് പോകുന്നത്. ഇതിനു മുമ്പ് വന്ന ഒരു TV സ്പോട്ടിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ മുഖം അത്ര റെഡ് ആയിട്ടിരിക്കും. ആൻഡ് ആ ടണലിന്റെ അകത്തുള്ള ആ ലൈറ്റ് അടിച്ചാണ് റെഡ് ആയിട്ടിരുന്നത്. ആൻഡ് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബ്ലാസ്റ്റ് ആവുന്നു, അത് ബ്ലാസ്റ്റ് പൊട്ടിത്തെറിയുന്നു. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ റോക്കറ്റിനെയും വാർ മെഷീനെയും കാണിക്കുന്നു. ആൻഡ് വാർ മെഷീൻ എനിക്ക് തോന്നുന്നു വാർ മെഷീനാണ് ഏറ്റവും കൂടുതൽ ആർമർ ഉള്ളത്. നമ്മുടെ TV സ്പോട്ടിന്റെ അകത്ത് ഒരു ആർമർ കാണിച്ചിട്ടുണ്ടാകും. ആൻഡ് അതിനുശേഷം ഇതിന്റെ അകത്ത് ഒരു ബൾക്കായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇത് ഡിസ്ട്രോയർ ആർമർ ആണെന്ന് തോന്നുന്നു, കുറച്ച് ബൾക്കായിട്ടുണ്ട്. അത് കാണാൻ നേരത്ത് നമ്മുടെ റോക്കറ്റ് അതിന്റെ മേളിൽ ഇരിപ്പുണ്ട്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോണ്ടം സൂട്ടിലും അദ്ദേഹത്തിന് കോണ്ടം സൂട്ട് വെച്ച് ഒരു ആർമർ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക കാണിച്ചിട്ട് അദ്ദേഹം വി വിൽ എന്നൊരു ഡയലോഗ് പറയുന്നു. ആൻഡ് വീണ്ടും നമ്മൾ ഹോക്കായിലേക്ക് വരുന്നു. ഹോക്കായി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ എന്താ പറയുക വിഷമം നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് വീണ്ടും നമ്മൾ ആൻഡ്മാനിലേക്ക് വരുന്നു. ആൻഡ് ആൻഡ്മാൻ സ്യൂട്ട് ഇട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് വേറെ ഒന്നും നിങ്ങൾ കാണാൻ കഴിയില്ലെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒന്ന് ബസ്റ്റ് ആവുന്നുണ്ട്, എന്തോ പൊട്ടിത്തെറിക്കും പോയൊരു സീന് കാണിക്കുന്നുണ്ട്. ലൈറ്റ് എന്താ പറയുക മിനിങ്ങുന്ന പോലെ കാണുന്നുണ്ട്. മേ ബി നമ്മളെ ക്യാപ്റ്റൻ മാർവലിന്റെ പവർ എക്സ്പ്ലോർ ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ടണല് ബാക്കിൽ പൊട്ടിയതായിരിക്കാം. നമ്മുടെ ഹോക്കായി ഓടിക്കൊണ്ടുവന്ന ടണല് ബാക്കിൽ പൊട്ടിയതിന്റെ ആ ഫയർ ആയിരിക്കാം. ബാക്കിൽ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ബെസ്റ്റ് ആവുന്ന ഒരു ചെറിയൊരു മിനിങ്ങുന്ന പോലെ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആൻഡ് അതിനുശേഷം നമ്മൾ തോറിനെ കാണിക്കുന്നുണ്ട്. തോറിന്റെ ആ ഫുൾ തണ്ടർ പവറിലും അദ്ദേഹം നിൽക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അദ്ദേഹം സ്ട്രോം ബ്രേക്കർ ചുറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തണ്ടർ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫയർ പോലെ ആ സ്ട്രോം ബ്രേക്കർ ഫുള്ളായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഓഡിൻ ഫോഴ്സ് ആണെന്ന്. ഓഡിൻ ഫോഴ്സ് നമ്മളെ ഓഡിൻ മരിച്ചു കഴിഞ്ഞു, ഓഡിന്റെ ആ പവർ നമ്മളെ തോറിലേക്ക് വരും. അപ്പോൾ അത് തോർ ഫോഴ്സ് ആയിട്ട് മാറും. ആൻഡ് ഇപ്പൊ നമ്മളുടെ തോറിന്റെ കയ്യിൽ തോർ ഫോഴ്സ് ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ് ഈ ട്രെയിലറിൽ എനിക്ക് മനസ്സിലാവുന്നത്. മേ ബി അത് അദ്ദേഹത്തിന്റെ ഫുൾ പവർ അത് ഓഡിൻ ഫോഴ്സ് നമ്മുടെ സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ ഓഡിൻ ഫോഴ്സിനെ അദ്ദേഹം തോർ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതായിരിക്കാം. ആൻഡ് അതിനുശേഷം നമ്മളുടെ നെബുല ആരെയോ അടിക്കാൻ വരുന്ന പോലെ ഒരു സീൻ കാണുന്നുണ്ട്. ആൻഡ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എർത്ത് തന്നെയാണ്. ബാക്കിലൊരു എന്താ ഒരു ജെറ്റ് എന്തോ തകർന്ന് കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ആൻഡ് അതിനുശേഷം കാണുന്നത് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക അദ്ദേഹത്തിന്റെ ഷീൽഡ് ഇങ്ങനെ കയ്യിൽ മുറുക്കിയിടുന്ന ഒരു സീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ സീനും നമ്മളുടെ നെബുല നിൽക്കുന്ന സീനിലെ ബാക്ക്ഗ്രൗണ്ടിന് നല്ല എന്താ സാമ്യമുണ്ട്. ആൻഡ് രണ്ടുപേര് ഒരിടത്ത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് നമ്മളെ ആൻഡ്മാൻ ജമ്പ് ചെയ്ത് പോകുന്ന ഒരു സീന്, ആൻഡ് അത് എർത്ത് തന്നെയാണ്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിന്റെ കേബിള്, അതുപോലെ തന്നെ പെൻസില്, അതുപോലെ കോഫി കപ്പ് കാണാൻ കഴിയും. അതേ ഒരു പെൻസിൽ പിടിച്ചാണ് ചാടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവർ മൂന്നുപേരും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കാൻ നേരത്ത് മൂന്നുപേരും നമ്മുടെ നെബുലയും ക്യാപ്റ്റൻ അമേരിക്കയും അതുപോലെ ആൻഡ്മാനും ഒരേ സ്ഥലത്ത് ആരുടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം വീണ്ടും നമ്മളുടെ അയൺമാനെ കാണിക്കുന്നു. അദ്ദേഹം എങ്ങനെയെങ്കിലും ഞാൻ എർത്തിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു മുഖഭാവത്തോടെ അദ്ദേഹം ഇരിക്കുന്നു. ആൻഡ് അതിനുശേഷം നമ്മളുടെ അവഞ്ചേഴ്സിന്റെ ഹാള് കാണിക്കുന്നു. ആൻഡ് ഹാളിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ഫ്രണ്ടിൽ പോകുന്നു. ആൻഡ് നമ്മുടെ അയൺമാനെ കാണാൻ കഴിയും, അതുപോലെ ആൻഡ്മാൻ, നട്ടാഷ റൊമനോഫ്, നെബുല, വാർ മിഷൻ ഇവരെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഹൾക്കിനെ അവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ ക്യാപ്റ്റൻ മാർവൽ, റോക്കറ്റ്, തോർ ഈ കഥാപാത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സിന്റെ ആ സിമ്പിൾ അങ്ങ് ഇടുകയാണ്. ആൻഡ് എത്ര പേർ ശ്രദ്ധിച്ചു നമ്മുടെ അവഞ്ചേഴ്സിന്റെ മ്യൂസിക്? ആൻഡ് പഴയ ഒരു മ്യൂസിക് തന്നെയാണ്. ആൻഡ് ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് പഴയ മ്യൂസിക് തന്നെ യൂസ് ചെയ്യാൻ തോന്നുന്നു. കാരണം അത് ഭയങ്കര ഗൂസ് ബൂംസ് വരുന്ന ഒരു ട്യൂണാണ് നമ്മളുടെ പഴയ അവഞ്ചേഴ്സിന്റെ ആ തീം സോങ്. ആൻഡ് ഇതിൽ ആ തീം സോങ് കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് അവഞ്ചേഴ്സ് ഇതിനു മുമ്പ് കേട്ട മ്യൂസിക്കിന് ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം നമ്മളുടെ തോറും ക്യാപ്റ്റൻ മാർവലും തമ്മിലുള്ളൊരു സീൻ. ആൻഡ് ഒരുപാട് പേര് പറയുന്നത് ഐ ലൈക്ക് ദിസ് വുമൺ എന്നാണ് ക്യാപ്റ്റൻ നമ്മളുടെ തോറ് പറഞ്ഞതെന്ന്. ആൻഡ് ഞാനും നോക്കിയാണെങ്കിൽ ഞാൻ തെറ്റായിട്ട് പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്യൂട്ടബിൾസ് എടുത്തു നോക്കി. ആൻഡ് സ്യൂട്ടബിൾസ് എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും കിടക്കുന്നത് ഐ ലൈക്ക് ദിസ് വൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സൂട്ടബിൾസ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അത് കാണും. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ലൈക്ക് ദിസ് വുമൺ എന്നാണ്
നമ്മളുടെ തോർ പറയുന്നതെന്ന്. ഞാനും ഭയങ്കര ഞാൻ തെറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ച് സൂട്ടബിൾസ് എടുത്ത് നോക്കിയപ്പോൾ തോർ പറയുന്നു, തോർ ആ ഹാമർ കയ്യിലിങ്ങനെ എടുത്തിട്ട് അദ്ദേഹം പറയുന്നത് ഐ ലൈക്ക് ദിസ് വൺ എന്ന് തന്നെ പറയുന്നത്. നിങ്ങളാണെങ്കിൽ സൂട്ടബിൾസ് ഓൺ ചെയ്തിട്ട് നോക്കുക. ആൻഡ് നിങ്ങൾ ആ ക്യാപ്റ്റൻ മാർവൽ നിൽക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. ഇവിടെ തന്നെയാണ് നമ്മളെ ബ്രൂസ് ബാനർ നിന്നത്. മേ ബി നമ്മളുടെ ആ സ്ഥലത്ത് ബ്രൂസ് ബാനർ ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ലോക്ക് ചെയ്ത സ്റ്റാഫ് നിങ്ങൾക്ക് അവിടെയും കാണാൻ കഴിയും. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ മാർവലിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എല്ലാവരും കണ്ടു കാണും. നമ്മളെ ക്യാപ്റ്റൻ മാർവൽ ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ നിക് ഫ്യൂരിയുടെ മെസ്സേജ് കിട്ടിയിട്ട് ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം ഈ സീൻസ്. ആൻഡ് എല്ലാവരുടെയും ഒരു മെയിൻ സംശയം ഈ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ടൈം ലൈൻ എന്താണെന്നാണ്. ആൻഡ് എനിക്കും ക്ലിയർ ആയിട്ട് അറിയത്തില്ല അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ക്ലിയർ ആയിട്ടൊരു ടൈം ലൈൻ. മേ ബി ഇതൊരു ടൈം ജമ്പിങ്ങും ആയിരിക്കാം, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ മൂവിക്കകത്ത് നമ്മുടെ ഹോക്കയുടെ മകൾ കുട്ടിയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒരു വലുതായതുപോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോക്കായി ഏജ് ഓഫ് അൾട്രോൺ നമ്മുടെ സിവിൽ വാറിൻ്റെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലി പിക്നിക് ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ കഴിഞ്ഞ് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ സിവിൽ വാർ നടക്കുമ്പോൾ കാണിക്കുന്നത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ടൈം ലൈൻ കറക്റ്റ് ആവും. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മളുടെ നട്ടാഷ റോമനോഫ് ബ്ലാക്ക് വിഡോയുടെ ഹെയർ സ്റ്റൈൽ, നമ്മളുടെ തോർ വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ സംസാരിക്കുന്ന ആ സീനിൽ അവരുടെ ഹെയർ വൈറ്റ് കളറാണ്, അതുപോലെ ഷോർട്ടാണ്, ഒരുപാട് വലുതല്ല. നമ്മൾ സിവിൽ വാറിൽ എങ്ങനെ കണ്ടോ അങ്ങനെ തന്നെ ഉണ്ടാവും. ആൻഡ് അതിനുശേഷം അവർ ആ ഗണ്ണ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാവും. അതിൽ കുറച്ചൊന്ന് വളർന്നിട്ടുണ്ടാവും, അവർ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയും അവരും കൂടെ സംസാരിക്കുന്ന ആ ഒരു വിഷ്വലിൽ അവരുടെ മുടി നല്ല വളർന്നിട്ടുണ്ട്. അതുപോലെ ബ്രൗൺ കളറായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറുന്നുണ്ട്. അവരുടെ മുടിയുടെ നിറം ബ്രൗൺ തന്നെയാണ്. നമ്മളുടെ എന്താ പറയുക ആൾമാറാട്ടം നടത്താൻ നേരത്താണ് ഒരു വെള്ള കളർ ഡൈ അവരുടെ മുടിക്ക് അവിടെ അടിക്കുന്നത്. ആൻഡ് ഇത് വെച്ച് എന്തായാലും മുടി 1-2 ദിവസത്തെ അത്രയും വളർന്ന് വലുതാവില്ല. മേ ബി ഒരു 6 മാസം ഇല്ലെങ്കിൽ 1 വർഷം ടൈമെങ്കിലും വേണം. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്മാൻ്റെ സീനിന്റെ അദ്ദേഹത്തിന്റെ വീട് അത്രയും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു വീടിന്റെ അകത്ത് വരെ കാട് കയറണമെങ്കിൽ എങ്ങനെയായാലും 1-1.5 വർഷം സമയമെടുക്കും. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് നമ്മളുടെ എൻഡ് ഗെയിം കഴിഞ്ഞ് ഒരു 5 വർഷത്തിന്റെ ഗ്യാപ്പ് വരുമോ, നമ്മുടെ ഇൻഫിനിറ്റി വാർ കഴിഞ്ഞ് 5 വർഷത്തെ ഗ്യാപ്പ് വരുമോ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സിനിമ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ ഈ വീഡിയോ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇത് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നമ്മളെ കിഡ്സ് ഫണ്ടിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും സ്പോയിലേഴ്സോ ഈ ട്രെയിലറിനകത്ത് നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും സ്പോയിലേഴ്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈസ്റ്റർ എക്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഞാൻ അത് തീർച്ചയായിട്ടും വായിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.